ഡൽഹിയിൽ ഭേദപ്പെട്ട പോളിംഗ് 54.48% പേർ വോട്ട് രേഖപ്പെടുത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ ഡൽഹിയിൽ വോട്ട് ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിലെ കേന്ദ്ര വിദ്യാലയത്തിൽ രാവിലെ വോട്ട് ചെയ്തു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ എന്നിവർക്കും ഡൽഹിയിലായിരുന്നു വോട്ട്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോസ്കാസിലെ പ്രൈമറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. India will emerge as a real power in the world, and these are the expectations of the people. And as far as the election is concerned, this is the festival of democracy, celebration of the rights of the sovereignty of the people of India. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കുടുംബസമേതം സിവിൽ ലൈനിലെത്തി വോട്ട് ചെയ്തു. ന്യൂഡൽഹി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയും സുഷമ സ്വരാജിന്റെ മകളുമായ ബൻസൂരി സ്വരാജ് ജൻപത്തിലെ മസോൺ ഹാളിൽ രാവിലെ വോട്ട് രേഖപ്പെടുത്തി. വികസിത ഭാരതത്തിനായി വോട്ട് ചെയ്യാൻ ബൻസൂരി വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. लोकतंत्र के इस महापर्व में आइए, अपना लोकतांत्रिक हक इसको आज उपयोग करिए, विकसित भारत के लिए वोट करिए, सशक्त राष्ट्र के लिए वोट करिए. भारत माता की जय. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ, പ്രിയങ്ക, റോബർട്ട് വാദ്ര എന്നിവരും ഡൽഹിയിൽ വോട്ട് രേഖപ്പെടുത്തി. 2014-ലും 2019-ലും ഡൽഹിയിലെ ആകെയുള്ള 7 സീറ്റുകളിലും BJP വെന്നിക്കൊടി പാറിച്ചു. ഇക്കുറിയും വിജയം തുടരാനാണ് BJPയുടെ ലക്ഷ്യം. AAP കോൺഗ്രസ് സഖ്യവും മത്സരരംഗത്ത് സജീവമായുണ്ട്. ജനം, ഡൽഹി.